എൻ്റെ പേര് കലാധരൻ എന്നാണ്. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എല്ലാ ദൃശ്യ ശ്രവണ മാധ്യമ സുഹൃത്തുക്കൾക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്താനുള്ള കാരണം, ഇവിടെ ഒരു ഭവന സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ലിയോ ജോർജിന്റെ മാസ്റ്റർ ബിൽറ്റ്, സ്റ്റർ ബിൽറ്റ് എന്ന വിവിധ നാമങ്ങളിൽ സാധാരണക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും കേരളത്തിൽ ഉടനീളം തട്ടിപ്പിലൂടെ സാധാരണക്കാരായ ആളുകൾ, റിട്ടയർ ചെയ്യുന്നവര്, വിദേശത്ത് ജോലി ചെയ്യുന്നവര് സ്വരൂപിച്ച് വെച്ചൊരു സ്വപ്ന വീട് തീർക്കണം, ഒരു കൊമേഴ്ഷ്യൽ വീട് തീർക്കണം, തൻ്റെ മക്കളുടെ കല്യാണങ്ങൾ കഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വാർദ്ധക്യ സമയത്ത് കയറിക്കിടക്കാനായിട്ട് ഒരു ഭവനം വേണം എന്നുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കിട്ടിയ കാശും ലോണും വാങ്ങിയിട്ട് ഒരു വീട് പണിയാനുള്ള മോഹം കൊണ്ട് ഇറങ്ങിയ 40ഓളം ആളുകളെ വഞ്ചിച്ചിട്ട് മുങ്ങി നടക്കുന്ന ആളാണ് ലിയോ ജോർജ് എന്ന് പറയുന്ന ഇതിന്റെ മെയിൻ കൾപ്രിറ്റ്. ഈ ലിയോ ജോർജിനെയും ശരത്തിനെയും എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷൻ കസ്റ്റഡിയിൽ 3/7/2027 എടുത്തിട്ടുള്ളതാണ്. കേരളത്തിൽ ഉടനീളം 15ഓളം FIR ഇദ്ദേഹത്തിന് അഗൻസ്റ്റ് ഉണ്ട്. മുൻ സർക്കാരിന്റെ സമയത്ത് ഞങ്ങള് ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനായിട്ട് വിജയൻ സാറിനെ കാണാൻ പോയി. അത് ശശി സാറിന്റെ കയ്യിൽ, പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ കൈവശം ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ഭരണം മാറിയതിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോഴത്തെ പുതിയ സർക്കാർ വന്നതിന് ശേഷം അത് വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 15ഓളം FIR ലോഡ്ജ് ചെയ്യപ്പെട്ടു. വിവിധ സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ, മുളന്തുരുത്തി, ചോറ്റാനിക്കര, ഇൻഫോ പാർക്ക്, അങ്കമാലി പോലീസ് സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ കൊണ്ടുവരികയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പിന്റെ മോഡസ് ഓപ്പറാൻഡി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഒരു വീട് പണിയുന്ന സാധാരണക്കാരന്റെ, ഇപ്പൊ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, നമ്മൾ പെൻഷൻ കിട്ടുന്ന ഒരു പൈസ നമ്മൾ സ്വരൂപിച്ചു വെച്ചിട്ടാണ് വീട് പണിയാനായിട്ട് പോകുന്നത്. അപ്പൊ വീട് പണിയാനായിട്ട് മോഹത്തില് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ മീഡിയാസിൽ ഉള്ള ഈ നമ്മൾ റെഫർ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇയാൾ ഒരു വളരെ നല്ലൊരു കമ്പനിയാണ്, ഞാൻ വളരെ ഈ ആഷുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് പണിയുന്നത്, സ്ട്രോങ് ആയിരിക്കും, 25 വർഷത്തെ വാറന്റിയാണ് ഞാൻ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ മനുഷ്യൻ നമ്മളെ സമീപിക്കും. നമ്മൾ ഇതിൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ സമീപിക്കും. രണ്ടാമത് ഇയാൾ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണെന്ന് പറയുന്നെങ്കിലും എൻ്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൊലശ്ശേരി എന്ന് പറയുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഒരു കൊലശ്ശേരിയോ ഒരു തൂമ്പയോ ഒരു മമ്മട്ടിയോ ഒരു ഷവലോ പോലും എടുക്കാൻ ഇല്ലാത്ത ഒരാളാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ ഉടമസ്ഥൻ. ഇത് ഞങ്ങളെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ വർക്കുകൾ എടുത്ത് ഓഫ് ലോഡ് ചെയ്ത് സബ്സ്റ്റാൻഡേർഡായ ആളുകളെ കൊണ്ടാണ് ഈ പുള്ളി പണി ചെയ്യിക്കുന്നത്. ഞങ്ങളിൽ നിന്ന് ആദ്യം തന്നെ 50% ഞാൻ എൻ്റെ കമ്പനിയുടെ റൂൾ അനുസരിച്ച് 50% പൈസ പുള്ളി വാങ്ങും. അപ്പൊ നമ്മൾ വിചാരിക്കണം വേഗം ഒന്ന് പണി തീർത്ത് കിട്ടാൻ. എൻ്റെ അനുഭവത്തിൽ 210 ദിവസം കൊണ്ട് എനിക്ക് പണിത് തരാമെന്ന് പറയും. ഞാൻ സർവീസിൽ കിട്ടിയ പെൻഷൻ കാശും യൂക്കോ ബാങ്കിൽ നിന്ന് എടുത്ത ലോണും കൊണ്ടാണ് ഇത് കൊടുക്കാമെന്ന് പണിയാമെന്നുള്ള ഒരു ആഗ്രഹം, ഒരു മോഹം. വാർദ്ധക്യ സമയത്ത് വയോജനങ്ങളാണല്ലോ, ഭാര്യയും മക്കളും എല്ലാവർക്കും ഒന്നും പിള്ളേരുടെ കല്യാണമൊക്കെ നടത്താലോ എന്നൊക്കെ കരുതി മോഹം കൊണ്ട് ഞാൻ ഇതിൽ കയറി ഇറങ്ങിയതാണ്. ഇദ്ദേഹം എന്നെ 32 ലക്ഷത്തോളം രൂപ വഞ്ചിച്ചു. സ്കെൽറ്റൻ സാധാരണ പറയുന്നത് പില്ലർ അടിച്ചിട്ട് ഔട്ടർ മതില് കെട്ടി, മതിലല്ല വോൾ തീർത്തു, അതിന് തേപ്പ് നടത്തിയിട്ടില്ല, ഷട്ടർ നടത്തിയിട്ടില്ല. ഇതാണ് അതിന്റെ ഫോട്ടോ, നമുക്ക് എല്ലാവർക്കും കാണാം. 36 ലക്ഷം രൂപയുടെ വർക്കില് 32 ലക്ഷത്തിൽ കൂടുതൽ വാങ്ങി. വെറുതെ പ്ലാറ്റ്ഫോം ആദ്യം വാർക്ക തീർക്കും,
വാർക്ക തീർത്ത് പില്ലറടിച്ച് വാർക്ക തീർത്തതിന് ശേഷം ഈ ഇദ്ദേഹം ചെയ്യുന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എനിക്ക് ചെയ്യണം, ടൈൽ വർക്ക് ചെയ്യണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണക്കാർ, ഇപ്പൊ എന്റെ വൈഫാണെങ്കിലും നമ്മളാണെങ്കിലും വേഗം കയറി കിടക്കാലോ എന്നുള്ള ഒരു മോഹം കൊണ്ട് ഈ പൈസ നമ്മൾ കൊടുക്കും. 90% പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇയാൾ പണി നടത്തില്ല. അപ്പൊ 210 ദിവസമായാലും നമ്മൾ വീട്ടിൽ ഓഫീസിൽ കയറി ഇറങ്ങുമ്പോൾ അത് ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. മെറ്റീരിയൽ നമ്മൾ വഴക്കുണ്ടാക്കുന്ന ആ ദിവസം പുള്ളി 2 പണിക്കാരെ വിടും. 2 പണിക്കാർ കൂടുതൽ ഒരിക്കലും വിടാറില്ല. ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ അനുഭവങ്ങൾ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ തട്ടിപ്പുകൾ ഉടനീളം കേരളത്തിൽ 42ഓളം കേസുകളാണ് ഉള്ളത്. ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങി അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് സാധാരണക്കാർക്ക് നീതി കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ ഒരു ഉദ്ദേശം. സാധാരണ മീഡിയ സുഹൃത്തുക്കൾ ഇതിൽ മുൻകൈ എടുത്ത് നമ്മുടെ കേരളത്തിലുള്ള മറ്റുള്ളവരിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാപട്യത്തിൽ ആരും പോയി വീഴുകയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ മീറ്റിംഗ് കൂടിയേക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം. ഓഫീസ് ആമ്പല്ലൂരാണ്, തൃശ്ശൂർ ആമ്പല്ലൂർ. തൃശ്ശൂർ, അതെ അതെ അതെ. വീടാണ് ആമ്പല്ലൂര്. ആമ്പല്ലൂര് കല്ലൂര് ഭരതയില്ലേ, കല്ലൂര് ഭരത ആ ഭാഗത്താണ്. ആളുടെ ആധാർ കാർഡിലെ അഡ്രസ് ബാംഗ്ലൂർ ആണ്. ആധാർ കാർഡ് നമ്മുടെ ഒല്ലൂര് ചെയ്യാറ്. തൃശ്ശൂരുകാരനാണ്. താമസിക്കുന്ന സ്ഥലം ആള് നേറ്റീവ് പ്ലേസ്, ആള് ജനിച്ചതൊക്കെ ഇരിഞ്ഞാലക്കുടയാണ്. അത് കഴിഞ്ഞ് ആളുടെ ആധാറ് ബാംഗ്ലൂരാണ്. ആളിപ്പൊ താമസിക്കുന്നത് കല്ലൂര്, ആമ്പല്ലൂരിൽ നിന്ന് കല്ലൂര് ഭരത എന്ന് പറഞ്ഞ സ്ഥലം, ഭരത ടെമ്പിൾ ഇല്ലേ അതിന്റെ സൈഡിലാണ്. ഞാൻ വീട്ടിൽ പോയതാണ്, വീട് കണ്ടുപിടിച്ച് അന്വേഷിച്ച് ഞാൻ വീട്ടിൽ പോയ വ്യക്തിയാണ്. കൃഷ്ണപ്രസാദിന്റെ വീട് ഇവന്റെ ലിയോന്റെ തൊട്ടപ്പുറത്തെ പ്ലോട്ടിലാണ് കൃഷ്ണപ്രസാദ് വീട് വെച്ചത്. ശരത്തിന്റെ വീട് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആള് അബ്സ്കോണ്ടിങ് ആണ്. ഇവരെല്ലാവരും നമ്മളോട് കറക്റ്റ് അഡ്രസ് പറയില്ല. രണ്ടാമത്തെ കാര്യം ഇവര് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആധാർ കാർഡിന്റെ നമ്പറുകൾ തെറ്റിക്കും. എനിക്ക് എഗ്രിമെന്റ് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ ആധാർ കാർഡിന്റെ ഒരു നമ്പറോ 2 നമ്പറോ മാറ്റും. ഇവർക്ക് കൊടുക്കുന്ന എഗ്രിമെന്റിലും അതുപോലെ തന്നെയാണ്. അതാണ് അയാൾ ചെയ്യുന്നത് പരിപാടികൾ. ത്രൂ ബാങ്ക് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ലിയോ ജോർജ് പോയിട്ടുണ്ട്. ഓഫീസ് ഇപ്പൊ റീസെന്റ് ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് അവര് സ്റ്റെർബിൽട്ട് എന്ന് പറഞ്ഞ ഇപ്പൊ റീസെന്റ് ഒരു പുതിയ ഓഫീസ്, അത് കുന്നംകുളം റൂട്ടിൽ എവിടെയാണ്. നമുക്ക് ഇവരുടെ മുന്നേ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് അയച്ചു തന്ന, അതായത് മാസ്റ്റർ ബിൽഡിന്റെ എയും മാറ്റിയിട്ട് സ്റ്റെർബിൽട്ട് എന്ന് പറഞ്ഞ പുതിയൊരു ഓഫീസ് അവർ തുടങ്ങിയിട്ടുണ്ട്. 2 ആള് ഇപ്പൊ റിമാൻഡിലാണ്, ഒരാൾ അബ്സ്കോണ്ടിങ് ആണ്, ആളെ കിട്ടിയിട്ടില്ല. നമ്മൾ കൂടുതൽ പേയ്മെന്റും എന്റെയൊക്കെ സംബന്ധിച്ച് എന്റെ ഒരു പേഴ്സണൽ പറയണ, ഞാൻ 2024 ഇവരായിട്ട് എഗ്രിമെന്റ് വെക്കുന്നത്. അപ്പൊ 13 മാസം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്ത് തരുന്നു പറഞ്ഞിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ഞാൻ 14ാമത്തെ മാസം മാറാന്നുള്ള എഗ്രിമെന്റ് വെച്ചാണ് എടുത്തത്. ഇപ്പൊ ആക്ച്വലി ഞാൻ ആ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് മാറേണ്ട അവസ്ഥ. എന്റെ എഗ്രിമെന്റ് 2 വർഷമായി. വീട് ആകെ ഞാൻ ഒരു 34 ലക്ഷം രൂപയുടെ വർക്ക് അവിടെ നടത്തിയിട്ടുള്ളൂ. ഓൾറെഡി 62 ലക്ഷത്തിന്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ആൾക്ക്. ഞാനും വൈഫും കൊച്ചിപ്പോ വാടകയ്ക്ക് താമസിക്കുന്നത്. കാരണം ഉള്ള സ്ഥലത്ത് നമുക്ക് മാറേണ്ടി വന്നു. ഇവരുടെ പരിപാടി പൂർത്തിയായില്ല. അപ്പൊ നമ്മള് വാടക വീട്ടിൽ താമസിക്കുക. ഇവര് മുന്നേ എവിടെയോ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഞാൻ ഇതുവരെ കണ്ടില്ല, ചോദിച്ചിട്ട് ഇതുവരെ അവർ കാണിച്ചു തന്നില്ല. പറവൂര് പരിവാരം അമ്പലത്തിന്റെ അടുത്ത് രാഹുൽ കുമാർ എന്ന് പറയുന്ന ഫെഡറൽ ബാങ്കിൽ ജോലിയുള്ള ഒരു ഫെഡറൽ ബാങ്ക് മാനേജർ രാഹുൽ കുമാർ, അദ്ദേഹത്തിന്റെ വീട് പണിതോട്ടാണ് കാണിക്കുന്നത്. എല്ലാവരെയും ഈ വീടാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഞങ്ങള് സോഡ ആഷിന്റെ ഇതാണ് ചോദിക്കുന്നത്, ബ്രിക്സ് ഇതാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ അത് കണ്ടിട്ടാണ് എന്നെ പോലുള്ള ആളുകളെ, അജേഷ് എന്ന് പറഞ്ഞ പറവൂരൊരു ആള് വീട് പണിക്കാനായിട്ട് ഇദ്ദേഹത്തെ സമീപിച്ചു. അങ്ങനെ ഓരോരുത്തരും ഇതിന്റെ ഇനാഗുറേഷൻ സമയത്ത് അവിടെയുള്ള എല്ലാവരെയും, ചെറായിലുള്ളവരെയും, പറവൂർ സമീപത്തുള്ളവര്, തൃശ്ശൂരുള്ളവര്, എറണാകുളത്തുള്ളവര് എല്ലാവരും ഇതുകൊണ്ട് കാണിക്കും. അതിൽ അങ്ങനെ കാണിച്ചിട്ടൊക്കെയാണ് ഇയാള് ഈ ആളുകളെ പറ്റിച്ചേക്കുന്നത്. 42 പേര് മൊത്തം 10 കോടിക്ക് മേലെ കാണുമെന്നാണ് നമ്മുടെ ഒരു കണക്ക്. അത് ഈ 42 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട ആളുകളാണ്.
തിരുവനന്തപുരം, അല്ല, കൊല്ലം, അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഉണ്ട്. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട്. തൃശ്ശൂർ ജില്ലയിലെ അതിന്റെ FIR പരാതിയുടെ കോപ്പി ലിസ്റ്റ് ഞങ്ങൾ തരാം. FIR കോപ്പി അയച്ചു തരാം. ഇല്ല, അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ ഇത്രയും വരെ എത്തിയത് നമ്മള്. അതും കുറച്ച് ഉണ്ടുണ്ടുണ്ട്. അതിന്റെ FIR കോപ്പി എല്ലാ ലിസ്റ്റിലും ഇപ്പൊ 42 പേരുടെയും പേര്, നമ്പർ, ഏതാ ലൊക്കേഷൻ, അവർ ഏത് പോലീസ് സ്റ്റേഷനിലെ പരാതി കൊടുത്താണ്, അതിന്റെ ഫുൾ ലിസ്റ്റ് നമ്മൾ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. പിന്നെ FIR ലിസ്റ്റ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് FIR ഉണ്ട്. ഇത് ഞാൻ ഇവരുടെ വീട്ടിലെ ഞാനും വൈഫും കൊച്ചും കൂടി ഇവരുടെ വീട്ടിൽ രാവിലെ 7 മണിക്ക് എത്തി. ഇവരെ കാണാൻ പറ്റില്ല, വിളിച്ചെടുക്കൂല. അപ്പൊ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോ അതിന്റെ ഒരു വീഡിയോ ഉണ്ട് എന്റെ. ആള് പറഞ്ഞത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എന്റെ പേരിൽ ഒന്നുമില്ല, എല്ലാം എന്റെ വൈഫിന്റെ പേരിലും എന്റെ വൈഫിന്റെ പേരിലുള്ള സ്ഥലമാണിത്, ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പൊ ആളെന്തായാലും ഇത്രം തട്ടിപ്പ് നടത്തുന്ന ആൾക്ക് കോമൺ സെൻസ്, അവൻ എന്തായാലും അവന്റെ പേരിലൊന്നും ചെയ്യില്ല. ഉറപ്പായിട്ടും 2 പേർ റിമാൻഡിലാണ്. പിന്നെ നടപടികൾ നടക്കുന്നുണ്ട്. അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യലും ഇതൊക്കെ. പക്ഷെ അവരെന്തായാലും അവരുടെ അക്കൗണ്ടൊന്നും കീപ്പ് ചെയ്യില്ല ഈ പൈസകളൊന്നും. ഞാൻ അവരുടെ ഓഫീസിൽ ഒരു തവണ പോയപ്പോ, ഏറ്റവും ആദ്യത്തെ തവണ പോയപ്പോ അവിടെ ഒരു 10-20 ആൾക്കാരുണ്ടായി. പിന്നെ അത് കുറഞ്ഞ് 10 ആളെ. പിന്നെ നോക്കുമ്പോൾ ലാസ്റ്റ് ഞാൻ റെസീറ്റുകളൊക്കെ മേടിക്കാൻ 2 ആളെ. കാരണം നമുക്ക് റെസീറ്റ് തന്നിരുന്നില്ല ഇവർ ആദ്യം. നമ്മൾ പൈസ അയച്ചു കൊടുക്കും, റെസീറ്റ്. ഞാൻ മൊത്തം 61.5 ലക്ഷം കൊടുത്തതിൽ ആകെ ഒരു 4 ലക്ഷം താഴെയാണ് ക്യാഷ് മേടിച്ചിട്ടുള്ളൂ, ക്യാഷ് ആയിട്ട് കൊടുത്തുള്ളൂ. ബാക്കിയെല്ലാം ബാങ്ക് ത്രൂ തന്നെയാണ്. ആള് പൈസ മേടിച്ച ആളുടെ പേരിൽ, ആളുടെ അമ്മയുടെ പേരില്, അവിടുത്തെ സ്റ്റാഫിന്റെ പേരില്, ഈ ശരത്തിന് അബ്സ്കോണ്ടിങ് ആയിരിക്കുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, ആളുടെ പേരിൽ തന്നെ പലവരുടെ അക്കൗണ്ടിൽ നിന്ന് കൂടുതൽ പൈസ പോയിരിക്കുന്നത് ഈ ശരത് എന്നാണ് ആളുടെ. ഇപ്പൊ ഒരാളാണ് ഒളിവിലുള്ളത്. അയാളെ പിടിക്കണം. അത് നമ്മുടെ ആവശ്യം ആളെ പിടിക്കണം. ഇത് ഒരു ക്രൈം ബ്രാഞ്ച് പോലുള്ള സെൻട്രൽ ഓർഗനൈസേഷൻ ഇത് അന്വേഷിക്കണം, കണ്ടെത്തണം. കാരണം ഇത് ഇത്ര ആൾക്കാർ അറിഞ്ഞ കാര്യമാണ്. ഇനി അറിയാത്ത, പരാതി കൊടുക്കാത്ത ആൾക്കാർ ചിലപ്പോൾ ഇതിന്റെ പുറത്തുണ്ടാവും. അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രൈം ബ്രാഞ്ചിന്റെ അടുത്ത് ഒരു കേസ് ഉണ്ട്. ഇത് ഈ എല്ലാ കേസും ഒരുമിച്ചാക്കിയിട്ട് ഈ ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കണം. എല്ലാം സെപ്പറേറ്റ് കേസായിട്ട്, ഒറ്റ കേസായിട്ട് ഇത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് അന്വേഷിക്കണം. കാരണം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അറസ്റ്റ് ചെയ്തെങ്കിൽ നമ്മളെ കയ്യിൽ നഷ്ടപ്പെട്ട പണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അതിപ്പം ഞാൻ ഫസ്റ്റ് വിക്ടിമാണ്. 2021 തുടങ്ങിയതാണ് എന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്റെ പേര് അനൂപ് എന്നാണ്. എന്റെ നേറ്റീവ് ട്രിവാൻഡ്രമാണ്. ഞാൻ വീട് വെക്കുന്ന എറണാകുളം കടവന്ത്രയിലാണ്. എറണാകുളം കടവന്ത്രയിൽ എന്റെ വൈഫ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു വീട് അവിടെ വെക്കാന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ 21 ഞാൻ അവനുമായിട്ട് എഗ്രിമെന്റ് ആയതിനു ശേഷം ഞാൻ ഏകദേശം 11,46,000 രൂപ അവന് കൊടുത്തു. അതിന്റെ മൊത്തം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 23,25,000 രൂപയായിരുന്നു. എന്നിട്ട് ആ 3 വർഷം കൊണ്ട് അവൻ പണിഞ്ഞു വെച്ചിരിക്കുന്ന വീടാ. ഈ ഭൂമി ഞാൻ വാങ്ങി, സ്വന്തമായിട്ട് വാങ്ങി. എല്ലാവരും ഭൂമിയായിട്ട് അവനൊരു ബന്ധമില്ല. ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയ 2.2 സെന്റ് പ്ലോട്ടാ. ആ പ്ലോട്ട് 3 വർഷം കൊണ്ട് അവൻ പണിഞ്ഞ സ്ഥലം. 22 ലക്ഷത്തി കൊടുത്തു. അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ ചോദിച്ചു. അവൻ പറയുന്ന വാഗ്ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പം വേറെ സൈറ്റിൽ നിന്നുള്ള പണിക്കാരെല്ലാം ഈ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ ഒരാഴ്ചക്ക് അത് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായിരുന്നാലും ഈ അടുത്ത ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് എത്രയാണോ നിങ്ങൾ എമൗണ്ട് തന്നത് അതിന്റെ പണിയെല്ലാം തീർത്ത് തരാന്നുള്ള ഒരു വാഗ്ദാനത്തിൽ നമ്മളങ്ങ് വീട്ടും. എന്നിട്ട് കണ്ടിന്യൂസ് ഫോൺ വിളിയാ. നമുക്കൊരു സൗകര്യം തരാത്ത രീതിയിൽ ഫോൺ വിളിയാ. ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഒരുമാതിരി നമ്മളെ പൈസ, ഞാൻ ലോൺ എടുത്ത് വെക്കുന്ന ആളാ. അപ്പം പെട്ടെന്ന് ബാങ്കിൽ പോയിട്ട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പൈസ തരില്ല. അപ്പൊ അതിനൊരു കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. മിനിമം ഒരു 15 ദിവസമെങ്കിലും അല്ലെങ്കിൽ 1 മാസമെങ്കിലും അത് എടുക്കും. ആ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് പൈസ കിട്ടാൻ വേണ്ടി. ഇപ്പൊ അല്ല നമ്മളെ അല്ലല്ല, അത് ഓക്കെ. അത് നമ്മളെ ഇതുവരെ ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ആയിരിക്കുന്ന ബാങ്കിലെ കേസ്. ഞാൻ സൊസൈറ്റി അല്ലാതെ വേറെ ബാങ്കുകൾ വഴി എടുക്കുന്നുണ്ട്. കാര്യം ഈ പൈസ നമുക്ക് എന്ത് ചെയ്യും, ഇത് കുറച്ച് ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വേറെ ഇതുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട്, വേറെ ബാങ്കുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരെ നിന്ന് ഞാൻ പൈസ വാങ്ങുന്നുണ്ട്. ഇവൻ ഈ ഇങ്ങനെ പൈസ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ നമ്മളൊരു കളിയാക്കുന്ന രീതിയിലാണ് പറയുന്നത്. നമ്മളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് അവന്റെ സംസാരമൊക്കെ കൊണ്ടുപോകും. നമ്മളെ ഒരു പിച്ചക്കാരനാണെന്നുള്ള രീതിയിലൊക്കെ ഒരു താറടിച്ച് കാണിച്ചിട്ട് നമ്മളെ വേറൊരു മാനസികാവസ്ഥയില്ല. അപ്പൊ നമ്മളെ ഈഗോ വർക്കൗട്ടായിട്ട് അവന് പൈസ കൊടുക്കാനുള്ള ഒരു ടാറ്റിക്സ് അവൻ അവിടെ കളിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അവൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം
അവൻ അടുത്ത് വർക്ക് തുടങ്ങണം, അവൻ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളൊരു സാധനം അവനില്ല. പിന്നെ കൊന്നു കളഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. ഒരാഴ്ചയെങ്കിലും അവൻ കണ്ടിന്യൂസ് നമ്മൾ വിളിച്ചോണ്ടിരുന്ന ഒരു പ്രാവശ്യം ചിലപ്പോൾ എടുത്താലായി. ആ എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം പറയുന്ന വാക്ക്, ബ്രോ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ പുറത്താണ്, ഞാൻ ഉടനെ വിളിക്കാം, ഞാൻ എത്തിയ ഉടനെ വിളിക്കാം എന്നുള്ള വാക്കാണ്. ചിലപ്പോൾ ആ വിളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ഒരു മാസമായിരിക്കും. ആ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് എടുത്തിട്ട് അവന് അവസാനം നമ്മളെ കൊണ്ട് വിളിച്ച് സഹി കെട്ടിട്ട് ചിലപ്പം ഒരു 1-2 ദിവസത്തേക്ക് പണിക്കാരെ വിട്ടാലേ. അങ്ങനെയാണ് ഈ 3 വർഷം കൊണ്ട് ഈ ലെവലിൽ റെഡിയാക്കി എടുത്തത്. എന്നിട്ട് ഇതിന് ശേഷം വീണ്ടും പൈസ വെച്ചു. 11,46,000 ഞാൻ കൊടുത്തതിന് ശേഷം വീണ്ടും എന്റെ അടുത്ത് പൈസ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഇത്രയും പൈസ തന്നല്ലേ, നീ ഇങ്ങനെയല്ലേ കെട്ടി വെച്ചേക്കണേ, ഇത്രയല്ലേ ആയുള്ളൂ, നീ ഒരു കാര്യം ചെയ്യും, ഇതിന്റെ കണക്ക് എനിക്കെന്താ, ഞാൻ തന്ന പൈസയുടെ ഞാൻ കൊടുത്ത പൈസയുടെ മൂല്യം എനിക്കുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. ഞാൻ ആരെയും കട്ടുമല്ല വാങ്ങിച്ചത്, ഞാൻ ബാങ്കിൽ നിന്നുള്ള കടമെടുത്ത് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് അതിനൊരു മൂല്യം എനിക്കുണ്ടെന്നുള്ള എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇത്രയും ചെയ്ത് ഞാൻ തന്ന പൈസ എത്രയാണെന്നുള്ള വാല്യുവേഷൻ ഒന്ന് ചെയ്തതാ, അതിനുശേഷം നീ എത്രയാണെന്നുള്ളത് പറ, ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഡയലോഗ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിന്റെ ജോലിക്കാരനല്ല, ദിവസക്കൂലിക്കാരനല്ല. പറയുന്ന ഡയലോഗാ, ഞാൻ നിന്റെ ദിവസക്കൂലിക്കാരനല്ലെന്ന്. എന്നെ ദിവസക്കൂലിക്കാരനല്ലാത്തതുകൊണ്ടാണ് അവ ഈ പണിയെടുക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് അടുത്ത് പറഞ്ഞ ഡയലോഗ്, നീ ഇനി കുറെ കാലം എനിക്ക് വീട് വെക്കുന്ന കാണണം, നീ കുറെ കാലമായിട്ട് ചെയ്യല്ലേ, ഇനി ബാക്കിയും കൂടെ നീ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരാഴ്ചക്കകത്ത് അല്ല, ഇവന്റെ ഈ ഭീഷണി ഇടയ്ക്കിടയ്ക്ക് നമ്മളുണ്ടാവും. നമ്മളതിന്റെ കാര്യം നമ്മുടെ പൈസ അവിടെ കിടക്കില്ലേ വഴി. അതെ, ആ പണി ബ്ലോക്കായി കഴിഞ്ഞാൽ അവൻ ഉടക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മാരെ കാലും നമ്മൾ പിടിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ അവനെ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാൻ പോവാറില്ല. അവൻ പറയുന്ന കേട്ട് ഒന്ന് ഒതുങ്ങി നിൽക്കുക ചെയ്യുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് എഫ്ഐആർ എടുത്തിട്ടുണ്ട്. ഞാൻ 3 വർഷമായിട്ട് സമീപിച്ചിട്ടുണ്ട്. നമ്മള് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറ് അല്ല രമേശ് ചെന്നിത്തല സാർ വന്നപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു, സെക്രട്ടറിയിൽ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. 10ന്റെ മുകളിലെന്നാണ് നമ്മുടെ ഒരു കണക്ക്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇവര് പൈസ മേടിക്കുന്നത് എന്റെ ഒരു സ്റ്റേജ് 10 സ്റ്റേജ് ഉണ്ടാവും. 10 സ്റ്റേജിന് അപ്രണ്ട് ആണ് പേയ്മെന്റ് എല്ലാം ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഈ സ്റ്റേജിനാണെങ്കിൽ അപ്രണ്ട് ആയിട്ട് പേയ്മെന്റ് ആ സ്റ്റേജിൽ കൊടുത്താൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ എന്റെ മെയിൻ മാർക്ക് ആണെങ്കിൽ മെയിൻ മാർക്കയുടെ പൈസ അപ്രണ്ട് എടുത്ത് മെയിൻ മാർക്ക് തീരും. മെയിൻ മാർക്ക് തീർന്നിട്ട് പിറ്റേ ദിവസവും പറയാണ് ടേപ്പിന്റെ പൈസ തരാൻ പറയും. അപ്പൊ മെയിൻ മാർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ മാർക്കയുടെ സ്റ്റേജ് കഴിഞ്ഞ് ടേപ്പ് തുടങ്ങി ഒരു 5 ദിവസം തേക്കും. 5 ദിവസം തേച്ച് കഴിഞ്ഞാൽ പറയും നമുക്ക് കുട്ടി വർക്ക് കൈയോടെ സ്റ്റാർട്ട് ചെയ്യാം, പെയിന്റിംഗ് വർക്ക് കൈയോടെ, അപ്പൊ പെട്ടെന്ന് തീരും എന്ന് പറയും. അല്ലെങ്കിൽ വയറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. അപ്പൊ വയറിംഗിന്റെ പൈസ അഡ്വാൻസ് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഓൾമോസ്റ്റ് 10 സ്റ്റേജുകളിൽ 8 സ്റ്റേജിന്റെ പൈസ അഡ്വാൻസ് മേടിച്ചു. 80% പൈസ ഇവൻ ഓൾറെഡി വാങ്ങിച്ചു. അതെ, അല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ സാധനം പെട്ടെന്ന് തീരും, ഇത് പെട്ടെന്ന് തീർക്കാതെ ഒരു ഭയങ്കര പെട്ടെന്ന് തീരാം, നിങ്ങൾ പേയ്മെന്റ് ഇപ്പൊ തന്നാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും. എന്റെ അടുത്തൊക്കെ പറഞ്ഞത്, ഞാൻ വീട്ടിൽ ചെറിയ പൂളിന്റെ ചെറിയൊരു സാധനം മിനിയേച്ചർ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ ഇപ്പൊ ഒരു 10 രൂപയ്ക്ക് അഡ്വാൻസ് പെട്ടെന്ന് തന്നു കഴിഞ്ഞാൽ ഞാൻ സാറിന് അതിനകത്ത് ഒരു 50% ഡിസ്കൗണ്ട് തരാം, അതൊരു ജാക്കൂസി പോലെ പണിത് തരാം. അപ്പൊ നമ്മൾ അന്ന് ഓക്കെ ശരി, അഡ്വാൻസ് എന്തായാലും നമ്മൾ കൊടുക്കണല്ലോ, ഇവൻ പണി നടക്കണല്ലോ, നമ്മൾ കൊടുക്കും. ഇവന്റെ FBയിലും ഇതിന്റെ ഇൻസ്റ്റയിലൊക്കെ പേജിലൊക്കെ ഉള്ള പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ശരിക്കും നമ്മൾ മയങ്ങിപ്പോവും. അതേപോലെയുള്ള പരസ്യങ്ങളാണ്. ഇവന്റെ വീടാണ് ഇവൻ കൂടുതൽ എല്ലാത്തിലും ഇൻസ്റ്റയിൽ കൊടുത്തിരിക്കുന്നത്. ഇവന്റെ വീട് ഏകദേശം ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് ഇവന്റെ വീട് ഇരിക്കുന്നത്. ഞാൻ പോയി ചെന്ന് കണ്ടതാണ്. അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞതിന്റെ മുമ്പ് ഓണത്തിന്റെ സമയത്ത് ഏതൊരു സമയത്തായിരുന്നു ഇവന്റെ വീടിന്റെ ഹൗസ് വാമിങ്. അപ്പൊ നമ്മുടെ അടുത്ത് പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ അടിപൊളി വീടാണ്, വുഡ് വർക്കിന് മാത്രം ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് ആളുടെ സിസ്റ്ററിന്റെ മാരേജ് ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ഹൈഫൈ ആയിട്ട് നടന്നത്. പക്ഷെ ഇതൊക്കെ നമ്മള് അധ്വാനിച്ച പൈസയാണ്. ഞാൻ 58 ലക്ഷം ലോൺ എടുത്തിട്ട് ഇപ്പൊ 56 ലക്ഷം ബാങ്കിൽ നിന്ന് അവൈൽ ചെയ്തു. ഇപ്പൊ 30 ലക്ഷത്തോളം ആളുടെ കയ്യിലാണ്, 30 ലക്ഷത്തിനടുത്ത്. അതിന്റെ EMI ഞാൻ എനിക്ക് 40 വയസ്സായി, ഇനി 60 വയസ്സ് വരെ ഞാൻ 20 വർഷം ഞാൻ EMI അടയ്ക്കണം. ഇവന് കൊടുത്ത പൈസ ഞാൻ അടച്ചു തരുന്നെങ്കിൽ. അപ്പൊ അത്ര EMI ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി പണിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ലോൺ എടുക്കും, ഗോൾഡ് പ്ലഡ്ജ് ചെയ്യും. ഇനി ഹൗസിംഗ് ലോൺ ടോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മള്. ബാക്കിയുള്ള അല്ലാണ്ട് ലോണുകളും ഗോൾഡൊക്കെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പണി നടക്കണേ.
എന്റെ കേസ് കൊടുത്തിട്ട് ഞാൻ വീണ്ടും പോലീസിൽ പരാതി കൊടുത്ത് ഇവന് ഇവൻ ഐഡിയ ഉപയോഗിച്ച് വെച്ചാൽ നമ്മളെങ്ങാനും ഈ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇവൻ നിർത്തിയിട്ട വീട് പണി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവൻ പറയും ലാസ്റ്റ് കേസ് ഇവൻ പറയണത് ഇങ്ങനെയാണ്, അവൻ പണിതവന് കേസ് കൊടുക്കും. അതുകൊണ്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുത്ത് പഞ്ചായത്തിൽ നിന്ന് സിവിൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇവാലുവേഷൻ നടത്തിയതിനു ശേഷമാണ് ഞാൻ പണി നിർത്തിയത്. ആ പഞ്ചായത്ത് ഗവൺമെന്റ് ബോഡിയുടെ ഇവാലുവേഷൻ ആണ് 34 ലക്ഷം രൂപ എന്നുള്ളത്. അത് എന്തായാലും അവരിട്ട വാല്യൂ ആണത്. അതിനുശേഷമാണ് ഞാനിപ്പോ പണി തുടങ്ങി. ഇപ്പൊ 2 മാസമായിട്ട് ഞാൻ പണി തുടങ്ങി. ഞാൻ 2 വർഷത്തോളം വെയിറ്റ് ചെയ്തു. ഇവൻ ഇപ്പൊ പണിയും. നമ്മളെല്ലാവരും പരാതി കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ മിണ്ടാണ്ട് വേണ്ട, ഇവൻ പണിതയല്ലോ, നമ്മുടെ കാശ് മൊത്തം എന്റെ കയ്യിലായില്ലേ, ഇനിയിപ്പോ ആ കുറച്ച് എന്നെ സംബന്ധിച്ച് 85 ലക്ഷം രൂപയായിരുന്നു, അതിനകത്ത് 62 ലക്ഷം കൊടുത്തു. ബാക്കി കുറച്ച് കാശല്ലേ കിട്ടാനുള്ളൂ, അല്ല കൊടുക്കാനുള്ളൂ. എഫ് ബി ഇൻസ്റ്റ സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരുടെ മാർക്കറ്റിംഗ് എല്ലാം. ബാങ്ക് ത്രൂ ആയാലും അത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് മാത്രമല്ല, ഇവൻ പറയുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക്, ആളുടെ വൈഫുണ്ട്, അമ്മയുണ്ട്, സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെക്ക് എഗ്രിമെന്റും ഉണ്ട്. ഇത് സ്കിപ്പായി പോവും. നമ്മളെന്താ പറയുമ്പോ നമ്മൾ കുറെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടൂലോ, പിന്നെ അത് പോവാണ്ടിരിക്കാൻ. ഇവര് 3 ആള്, ശരത്, കൃഷ്ണപ്രസാദ്, ലിയോ, ഈ 3 ആൾക്കാരാണ് എന്റെ ഡയറക്ടേഴ്സ്. ലിയോ സിഒ ആണ് ലിയോ. കാരണന്മാര് പറഞ്ഞ പോലെ കേൾക്കാത്തതന്നെയാണ്. എഗ്രിമെന്റ് പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ആൾക്കാർ വരണ പോലുമില്ല, വിളിക്കുന്നില്ല, എടുക്കുന്നില്ല. പിന്നെ ഇത് സ്റ്റാഫിന്റെ പേർക്കാണ്. അതൊക്കെ നമുക്ക് പറ്റിയ ഇതാണ്. നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ ഈ ചെക്ക് മാറുന്നത് പോലും ഇവരുടെ സ്റ്റാഫ് ആയിരിക്കും. ഇതിനകത്ത് മെയിൻ ആയിട്ട് സ്റ്റീവ് എന്ന് പറഞ്ഞ സ്റ്റാഫ് ഉണ്ട്. ഇതിന്റെ ഇവിടെ പൂജ ഉണ്ട്, പിന്നെ റിനു എന്ന് പറഞ്ഞ 2 ലേഡീസും ഉണ്ട്, ഈ ഒരു സ്റ്റീവ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവര് ഈ പൂജയൊക്കെ തന്നെ ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് വെച്ചാൽ ഒരു ഓഫീസിൽ പോയപ്പോഴൊക്കെ ഇവരെന്നെ പറയണത്, സാർ അടുത്ത ആഴ്ച ചെയ്തുതരാം, ഇപ്പൊ ചെയ്തുതരാം. അല്ല, ഇതൊക്കെ ചെയ്ത് ഈ ഇല്ല, ചില സ്ഥലങ്ങളില് ഇവര് പറഞ്ഞു പറ്റിക്കും. കാരണം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യും, പഞ്ചായത്തിൽ നിന്ന് അപ്രൂവൽ മേടിച്ചുകൊണ്ട് വരാം, അത് ഓൾറെഡി പൈസ പേ ചെയ്തോ എന്ന് പറയുന്നത് എഗ്രിമെന്റ് വെക്കും. അതിനുശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയാണ് ചിലതിലേക്ക് അപ്രൂവലൊക്കെ മേടിക്കാൻ പോകുന്നത്. അത് ചില പലരുടെയും അനുഭവത്തിൽ നിന്ന് നമ്മളെയൊക്കെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുള്ള അനുഭവങ്ങൾ അവർ പറയണത്, സാറേ ഞങ്ങൾക്ക് അതിന്റെ പഞ്ചായത്തിന്റെ അപ്രൂവൽ കിട്ടിയിട്ടില്ല, അതിന് മുമ്പ് ഞങ്ങളെ കൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യിച്ചു, അഡ്വാൻസ് മേടിച്ചു. എന്റെ കേസിൽ 4 ലക്ഷം രൂപ പുള്ളി ഇതൊന്നുമില്ലാതെ, പഞ്ചായത്തിന്റെ അപ്രൂവൽ ഒന്നും ഇല്ലാതെ വിളിച്ചിട്ട് എന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഫസ്റ്റ് 4 ലക്ഷം രൂപ വാങ്ങി. അതിനുശേഷമാണ് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് FIR-നെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് 5 പേരുടെ FIR ആണ് ഉള്ളത്. ഒന്ന് ഒല്ലൂരാണ്, സുജിത്ത് ഒല്ലൂര്. രണ്ടാമത് സതീഷ് കുന്നംകുളം. അടുത്ത ആളും ഗീത കുന്നംകുളം. അന്തിക്കാടുന്ന് ഷീജ എന്നൊരു കുട്ടിയുണ്ട്. ഗീതു പ്രവീൺ വലപ്പാട്. ഇപ്പൊ 15 FIR ആണ് ചെയ്തിരിക്കുന്നത്. മുളന്തുരുത്തിയിലുണ്ട്. മുളന്തുരുത്തി എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ചോറ്റാനിക്കരയുണ്ട്, അങ്കമാലി ഉണ്ട്, പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മാരാരിക്കുളത്തു നിന്നുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്ന് പൊഴിയൂര് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുണ്ട്, നോർത്ത് പറവൂർ എന്നുണ്ട്, കഴക്കൂട്ടം ട്രിവാൻഡ്രത്ത് നിന്നുണ്ട്. ഇതുകൂടാതെ അങ്കമാലിയിൽ തന്നെ 2 കേസാണ് ഉള്ളത്. ഒന്ന് റൂറൽ SP-യുടെ അടുത്ത് ഒരു കേസ് പോയിട്ടുണ്ട്. പിന്നെ ക്രൈംബ്രാഞ്ചിന്റെ തന്നെ സോണു കെ കിങ്സ് എന്ന് പറഞ്ഞ, ഇത്രയാണ് ഇപ്പൊ ഉള്ളത്. 15 കേസാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പല പ്ലോട്ടിന്റെ, നമ്മൾ മൊത്തം എടുത്തിട്ടില്ല, പല പ്ലോട്ടിന്റെ കേസുകളാണ് ഇതൊക്കെ. ഇതിൽ പുള്ളിയുടെ എത്ര വെച്ചാൽ 60. ഇതാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഏരിയ. നിങ്ങൾ കാണാം, ഒരു ഫൗണ്ടേഷൻ മാത്രം പണിതിട്ടുള്ളൂ, 60 ലക്ഷം മേടിച്ചിട്ടുണ്ട്. ഫൗണ്ടേഷൻ മാത്രം പണിതിട്ട് 60 ലക്ഷം മേടിച്ചിട്ടുണ്ട്. ഏകദേശം 1.5 CR ഒരു പ്രൊജക്ട് ആയിരുന്നു അത്. ഓൾമോസ്റ്റ് ആ റേഞ്ചിന്റെ പ്രൊജക്ട് ആയിരുന്നു. ഈ ബെൽറ്റ് മാത്രം മാറ്റി തറ മാത്രം പണിതിട്ട് 60 ലക്ഷം മേടിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞ
ഒരു കാര്യങ്ങളിലായിരുന്നു പുള്ളിയുടെ പൈസ വെച്ച് സുജിത്തല്ലേ ഉം. പുള്ളിയോട് പറഞ്ഞത് തേക്കാണ് പുള്ളി മരൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. പുള്ളി പുറത്താണ്. അപ്പൊ പറഞ്ഞു, തേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ തേക്ക് മുൻകൂർ എടുക്കണമെങ്കിൽ ഇപ്പൊ 20 ലക്ഷം രൂപ കൊടുക്കണം. അപ്പൊ ആ പൈസ കൊടുത്താൽ നമുക്ക് തേക്ക് അഡ്വാൻസ് എടുത്ത് വെക്കാം, തേക്ക് ലാഭത്തിന് കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് ആളെ പുറത്തേക്ക് ആളോട് പറഞ്ഞിട്ട് ആ തേക്കിന്റെ പൈസ വരെ മേടിച്ചിട്ടുണ്ട്. ആകെ കിട്ടിയ തറ മാത്രമാണ് 60 ലക്ഷം രൂപ പുള്ളി മേടിച്ചത് പറയട്ടെ. അല്ല ഇത് ഇപ്പം പുള്ളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും കാര്യം കുറെ കാലം ഡിലേ ആയതിനു ശേഷം ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ. ഇല്ല നമ്മുടെ ഇവിടെ മാത്രമേ അറിവിലില്ല. തൃശ്ശൂരിന് രണ്ടുണ്ട്, ഒരെണ്ണം കുന്നുകുളം ഭാഗത്ത് ഇപ്പൊ റീസെന്റ് അടച്ചിട്ടേക്കാന്ന് അറിഞ്ഞ നമ്മളവിടെ. ആ നമ്മുടെ കുറുക്കഞ്ചേരിക്ക് പോണ വഴിയില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗിലാണ് ഇവരുടെ ഓഫീസ്. സിആർ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവരുടെ ഓഫീസ് വരുന്നത്. തട്ടിപ്പായിട്ട് മനസ്സിലായിട്ട് ഒരു 12 കോടി ഇല്ലേ? അല്ല, മനസ്സിലായിട്ട് ഓരോരുത്തർക്കും മനസ്സിലായിട്ട് കുറെ സമയം. അല്ല ആ ഡിലേ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. ഈ പണിയെടുക്കാനുള്ള ഡിലേയും നമ്മളെ പൈസ മുൻകൂറായി ആവശ്യപ്പെട്ടിട്ട് ആ ഒരു അർജൻസി പിന്നെ ആ പണിയെടുക്കുന്നതിലില്ല. അപ്പം പല പ്രാവശ്യം നമുക്ക് ഇങ്ങനെ അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത് ഇവ എന്തായാലും തീർക്കാനുള്ള ഉദ്ദേശമില്ല, ഇവ നമ്മളെ പണിയാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലായത്. അതായത് ഇപ്പൊ പലർക്കും പല സമയത്ത് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷെ പറവൂരുള്ള അജീഷ് എന്ന് പറഞ്ഞ ക്ലയന്റിന്റെ മനസ്സിലായിട്ട് 3-4 വർഷം മുമ്പ് തന്നെ ആൾക്ക് മനസ്സിലായി. ആക്ച്വലി ഈ ഞാൻ പണിയുന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് അജീഷ് എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചിരുന്നു അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ, നിങ്ങളെ പറ്റി കേൾക്കണ്ടല്ലോ. അപ്പൊ തന്നെ അവര് നമുക്ക് പൈസ തരാണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ സ്ഥലം അറ്റാച്ച് ചെയ്തേക്കണം, അതിന്റെ ഓർഡർ നമുക്ക് അയച്ചത്. അപ്പൊ ഈ വക്കീൽ നോട്ടീസിന്റെ ഒരു പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് ഇതിനെ പറ്റി കാര്യമായിട്ട് മനസ്സിലാവുന്നത് ഒരു സ്ഥലം അറ്റാച്ച് അവർക്കെതിരെ കേസല്ലോ. ആ സത്യത്തിൽ അങ്ങനെയല്ല, പാവം അവരുടെ സ്ഥലം ഇവര് തിരിച്ച് ചെയ്തതാണ്. ഈ സ്ഥലമില്ല എന്റെ സ്ഥലം, ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്. 11,46,000 ഞാൻ കൊടുത്തിട്ട് പിന്നെ ഞാൻ അവര് 6.5 ലക്ഷം കൊടുക്കാനുണ്ടെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ ഈ സ്ഥലം വേറെ കൊല്ലം പാർട്ടിക്ക് വിൽക്കാൻ പോകുന്നു കോടതി കാണിച്ചിട്ട് ഈ സ്ഥലം അറ്റാച്ച് ചെയ്ത് കിടക്കാം, ഇപ്പോഴും അറ്റാച്ച് ചെയ്ത് കിടക്കാം. അതിന്റെ പേരിൽ ഞാൻ കേസ് 2-3 വർഷം കൊണ്ട് കൂടെ നടക്കാം, കേസും പറഞ്ഞ് ഇത്രയും പൈസയും കൊടുത്തിട്ട് വക്കീലിന് ഞാൻ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന്. അങ്ങനെ ഒരാൾ മാത്രമല്ല, പല ഈ കൂട്ടത്തിലോ പല ആൾക്കാരുണ്ട്. ചോദിക്കുന്ന അജീഷ്, പിന്നെ ട്രിവാൻഡ്രത്തെ ഒരാള് സോനു, അങ്ങനെ പല ആൾക്കാരുണ്ട്. ഇതിന് ഏറ്റവും ഇവരുടെ കൂടെ നല്ലൊരു വക്കീലിന്റെ ഗ്യാങ് ഉണ്ട്. ഒരു 4 വക്കീലന്മാരെ ഗ്യാങ് ഉണ്ട്. എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഷെയർ ചെയ്തുള്ള പരിപാടിയാണല്ല. നമുക്കെതിരെ തിരിച്ച് പറഞ്ഞപോലെ എന്റെ സ്ഥലം അറ്റാച്ച് ചെയ്തു. അതേ ആ ഒരു 2 മാസത്തിൽ കോടതിയുള്ള തത്തുകളായിരുന്നു. ഡീഫോമേഷൻ കേസ് വന്നു. അപ്പൊ ഞാനതാണ് ഈ ബാങ്കിൽ നിൽക്കുന്നത്. പുള്ളിക്ക് ഇപ്പൊ മീഡിയ വിലക്കാ പുള്ളിക്ക്. അവൻ കേസ് കൊടുത്തില്ല പുള്ളിക്കെതിരെ മീഡിയ വിലക്കിന്. പുള്ളിയുടെ ഫേമിന് അതാ പുള്ളി ഇങ്ങോട്ട് വരാത്തത്. അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ സംസാരിക്കാൻ ആൾക്കുണ്ടായിരുന്നു. ആളാണ് ഇതിനകത്ത് ഏറ്റവും ഫസ്റ്റ്. പുള്ളിയുടെ 60 ലക്ഷം പുള്ളിനെ വഞ്ചിച്ചിരിക്കുന്നത്, 60 ലക്ഷത്തോളം രൂപ. എനിക്ക് തന്നെ ഒരു 20 ലക്ഷത്തിന്റെ അടുത്ത് എന്നെ വഞ്ചിച്ചിട്ടുണ്ട്. അത് 1 കോടി രൂപയുടെ വീടാണ് പുള്ളി പണിതേക്കണത്. അത് പുള്ളിയുടെ വൈഫിന്റെ സ്ഥലത്താണ് പണിതത്. പുള്ളി പറയണത് നിങ്ങൾ എന്തുകൊണ്ടും ചെയ്തോന്നുള്ള രീതിയിൽ പുള്ളി നമ്മളെയൊക്കെ ഭീഷണിപ്പെടുന്ന ഞാൻ വൈഫും കൊച്ചും പോയുള്ള ആളുടെ വീട് ഞാൻ പോക്കറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളുടെ സൈറ്റിൽ ഒരു ഇല പോലും ഇനി ഇറങ്ങൂല എന്ന് പറഞ്ഞു നമ്മളോട്. ഞാൻ കാശ് കൊടുത്ത ഒരു സ്ഥലത്ത് ഞാൻ അവന് പൈസയും കൊടുത്ത് ഞാൻ വീട് വെച്ചിട്ട് എന്താ പണിയാത്തെന്ന് ചോദിക്കുമ്പോ ഇനി ഒന്നും ചെയ്യില്ല, നിങ്ങൾ എന്താ ചെയ്തോ, ഒരു ഇല അനക്കൂല അവിടെ. സുജിത്തിന്റെ കേസിൽ ആൾക്ക് മന്ത്ലി ഒരുമിച്ച് പൈസ കൊടുക്കാനില്ല. അപ്പൊ നിങ്ങൾ ബാങ്കില് ഇതെടുക്കണ്ട, ലോൺ എടുക്കണ്ട, ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ട് ആ മന്ത്ലി കൊടുക്കേണ്ട പൈസ എനിക്ക് തന്നാൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് എല്ലാ മാസവും പൈസ അടച്ചുകൊണ്ടിരിക്കുക കമ്പനിക്ക്. 12 ലക്ഷം ഇതല്ലേ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരൻ നിയമത്തിന്റെ ഇതിലെ കൂടി പോകാൻ പറ്റുള്ളൂ. അവനെന്ന് പറയുന്നത് ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഒരു പല കേസിലും അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്താ വേണമെങ്കിലും ചെയ്തു, അതിനുള്ള പ്രതിവിധി ഞങ്ങളുടെ അടുത്തുണ്ട്. അപ്പൊ നമ്മളൊക്കെ റോട്ടിൽ കൂടി പോകുമ്പോൾ വണ്ടി കയറ്റി കൊല്ലുവൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരും നമ്മളൊക്കെ വഴിയാധാരമാവും. അവൻ അത്ര ഉള്ള അക്രമവാസനയുള്ള ഒരു ആളാണ് അയാള്. ഞാന് എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് 20-30 ലക്ഷം വാങ്ങിച്ചിട്ട് ഞാൻ ഒരു ദിവസം ആ ഓഫീസിൽ പുള്ളിയെ കാണാൻ പോയപ്പോ പുള്ളി എന്നോട് പറഞ്ഞു, യു ഡോണ്ട് ടോക്ക് ടു മീ, യു ടോക്ക് ടു മൈ പ്രോജക്ട് മാനേജർ എന്ന് പറഞ്ഞു.
അത്ര മോശമായ രീതിയിലാണ് ഓരോ പാർട്ടിയോടും പുള്ളി പെരുമാറുന്നത്. ഞങ്ങൾ പിന്നെ സാധാരണക്കാരെ, നിയമത്തെ ഭയപ്പെടുന്ന ഞങ്ങളെ പോലുള്ള സാധാരണക്കാരൻ എന്താ ചെയ്യുന്നത്? നിങ്ങളെ പോലുള്ള മീഡിയ, ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ അറിയിച്ചാലാണ് ഇവിടുത്തെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ഈ ന്യൂസ് എത്തപ്പെടുകയുള്ളൂ. പാവപ്പെട്ട ആളുകൾ ഇതിൽ നിന്ന് മോചനം കിട്ടുള്ളൂ. ഞങ്ങൾക്ക് നീതി കിട്ടാനായിട്ടാണ് ഞങ്ങൾ ഓരോ വഴികളും മുട്ടുന്നത്. പക്ഷെ നിങ്ങളുടെ സഹകരണം, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിരാലംബരായ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെടുന്ന അത് ഞങ്ങളൊന്നും യുണൈറ്റഡ് അല്ല. പല സ്ഥലങ്ങളിലായി കിടക്കുന്നത്. ഇപ്പൊ തന്നെ ചില സുഹൃത്തുക്കളുടെ ഏകീകൃതമായ ഒരു ഇതുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നപ്പോഴാണ് ഇത്ര ആളുകൾ തന്നെ വരുന്നത്. പല ആളുകളും വിമുഖതയാണ്, സ്റ്റാറ്റസ് പ്രശ്നമാണ്. എനിക്ക് ഇതിലേക്ക് വരാൻ പറ്റില്ല, നാണക്കേടാണ്, എന്റെ മക്കൾ ഇവരൊക്കെ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ. ഒരു സീനിയർ അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹം തന്നെ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതിൽ ബുദ്ധിമുട്ടാണ്, കാരണം പിള്ളേരും ബാക്കി നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പല ആളുകൾ ഇതിൽ നിന്ന് വിമുഖതയായിട്ട് മാറി നിൽക്കുന്നുണ്ട്. FIR വരാൻ പലർക്കും താല്പര്യമില്ല. അവരുടെ പൈസ പോയത് പൊക്കോട്ടെ. ഞങ്ങളൊരു സുഹൃത്ത്, ഞാൻ ഈ ഇദ്ദേഹം കൂടി ഒരു സുഹൃത്തിനോട് ചോദിച്ചാൽ പറഞ്ഞു, എന്റെ പൈസ പോയത് പൊക്കോട്ടെ, എന്റെ മാനം പോകില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റേറ്റ്. 15ഓളം ഇപ്പൊ ചില ആളുകളുടെ തീവ്ര പരിശ്രമം കൊണ്ടാണ് ഇപ്പൊ 15ഓളം കേസുകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയും ആളുകൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ പോകണം, ഞങ്ങൾ സഹകരിക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹകരണമാണ് മാക്സിമം. ഇത് മീഡിയ, ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയാണ് നമുക്ക് വേണ്ടത്. എന്റെ പേര് കലാധരൻ, നോട്ട് പറവൂർ. എന്റെ പേര് അനൂപ്, ട്രിവാൻഡ്രം നേറ്റീവ്. ഞാൻ വീട് വെക്കുന്ന കടവന്ത്ര, എറണാകുളം. ഡാനിഷ് പി ഡേവിസ് എന്നാണ്. ഡാനിഷ് പി ഡേവിസ്, ഡാനിഷ് DANIS, ഡാനിഷ് പി ഡേവിസ്, അങ്കമാലി. ആള് ഇവിടുത്തെ ഈ പേര് അമ്ര തന്നെയാണ്. സുജിത്ത്, വീട് പേരമ്പ്ര, കൊടകര കഴിഞ്ഞിട്ട്. ഇപ്പൊ 42ഓളം ആളുകളെ പരിചയം പറയാം. അതെ. അതില് 14 പേരുടെ പേരാണ് FIR. 15 പേരുടെ FIR. ഇല്ല, എങ്ങും നടക്കുന്നില്ല. ഒരു സ്ഥലം നടന്നില്ല. ഒരു സ്ഥലത്ത് പണിയില്ല, ആളുടെ പണിയൊന്നും നടക്കില്ല. ഓഫീസുകൾ പണിയിട്ട് പൈസ എടുത്ത് നമ്മൾ പണിയിട്ട് വരുന്നത്, അല്ലാണ്ട് ആളായിട്ടൊന്നും പണിയില്ല. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ എനിക്ക് പറയാ, ഇത് ഇപ്പൊ എന്റെ വൈഫിന്റെ വീടിന്റെ അടുത്താണ് ഞങ്ങൾ സ്ഥലം മേടിച്ചത്. ഈ നാട്ടിലൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. കല്ലടിക്കുന്ന ആൾക്കാര്, സിമെന്റ് അടിക്കുന്ന ആൾക്കാര്, കമ്പി ഇറക്കുന്ന ആൾക്കാര്, മെറ്റൽ അടിക്കുന്ന ആൾക്കാര്. പൈസ കൊടുക്കാണ്ട് നമ്മുടെ വീട്ടിലേക്ക് അന്വേഷിച്ചു. ഇവൻ പൈസ കൊടുക്കൂല. വാർക്കട്ട് തട്ടടിക്കുന്നത്, തട്ടടിക്കുന്നവർ, ഇതൊക്കെ നമ്മുടെ. എന്നിട്ട് അവരോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആള് പൈസ, ഓണർ പൈസ തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ആൾക്കാർ നിങ്ങൾ പൈസ കൊടുക്കാണ്ടില്ല, നമ്മളെല്ലാം പൈസയും കൊടുക്കാണ്. നിങ്ങൾക്കാണ് പൈസ, നമ്മളായിട്ട് ഡീൽ ചെയ്യും, നിങ്ങൾ അവരായിട്ട് ഡീൽ ചെയ്യും, അവരോട് മേടിച്ചോ. എത്ര ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് പൈസ കൊടുക്കാം? ഇപ്പോഴും കല്ലടിച്ച ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട്, വാർക്കാരന് പൈസ കൊടുക്കാൻ. സ്ക്വയർ ഫീറ്റ്. അത് പലരും ഓരോരുത്തർക്കും ഓരോ റേറ്റാ, ഓരോ സമയങ്ങളിൽ ഓരോ റേറ്റ് ആയിരിക്കും. പിന്നെ വീടിന്റെ ഏരിയ അനുസരിച്ച് പിന്നെ മാറുന്നുണ്ട്. അല്ല, എന്റെ വീട് എടുത്തിരിക്കുന്നത് 3150 രൂപയ്ക്ക്, 3150-3200 ആ റേഞ്ചിൽ എന്റെ അടുത്താണ്. ഇത് സ്ക്വയർ ഫീറ്റ്, അത് ഫുൾ ഇന്റീരിയർ അടക്കം, ഈ ഹാൻഡ് ഓവറിംഗ് അടക്കം എടുത്താണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നോർമലി മറ്റുള്ള ആൾക്കാരൊക്കെ, മറ്റുള്ള കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വരുമ്പോൾ ആ 3100 എന്നുള്ളത് 3400 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ സ്ക്വയർ ഫീറ്റ് നോക്കുമ്പോൾ വലിയ ഹ്യൂജ് എമൗണ്ടിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ആ അത്ര വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് അട്രാക്റ്റഡ് ആവും. 3400 എന്ന് പറയുന്നത് 3100 എന്ന് പറയുന്നത് നല്ല വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് കണ്ട് സംസാരിച്ചു. പിന്നെ ഇവന് പൈസ കൊടുത്തൊക്കെ എന്റെ ഷോപ്പിൽ വെച്ചിട്ടാണ് പൈസ കൊടുത്തൊക്കെ. അതിനൊക്കെ സാക്ഷികളൊക്കെ ഉണ്ട്. വളരെ ഇതല്ലേ, വീടില്ലാണ്ട് ഇപ്പൊ വാടക വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥ. വീട് സാധാരണ പണിയായിരുന്നു. പക്ഷെ നമ്മളിപ്പോ വാടക വീട്ടിൽ താമസിപ്പോ നമ്മൾ പണിയുന്ന സൈറ്റിന്റെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിൽക്കണം. കാരണം പണിയാൻ എളുപ്പത്തിനും എപ്പോഴും ആളെന്ന് നമ്മൾ പല കേസുകളായിട്ട് പോകണം. ഒരാളല്ല, പല ആൾക്കാരും. നമ്മൾ ഈ അടുത്ത കാലത്താണ് ഒന്നിച്ചൊരു കൂട്ടായ്മ തുടങ്ങിയത്. അതിനു മുന്നേ നമ്മൾ തനിയെ പൊരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലുള്ള ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് മാത്രം പറ്റിയ അബദ്ധമാണ്, എന്റെ മാത്രം മണ്ടത്തരമാണെന്നാണ് പലരും വിചാരിച്ചിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ ട്രേസ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്കും പറ്റിയിട്ടുണ്ട്, നമ്മളെ കൂടെ പലർക്കും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ പ്രസ് മീറ്റിംഗ് നടത്തുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള പറ്റിപ്പ ഇതേപോലുള്ള ആളുകൾ കൊണ്ട് മുന്നോട്ട് പോകരുത്, സമൂഹത്തിനൊരു മോശം മെസ്സേജ് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മളെ നഷ്ടപ്പെട്ട പൈസ നമുക്ക് തിരിച്ചു കിട്ടുകയും വേണം. അതാണ് നമ്മളെ സമൂഹത്തിനോട് ചെയ്യുന്ന പ്രതിബദ്ധത. കാര്യം ഒരാളെ പറ്റിച്ച് ജീവിക്കാം, സമൂഹത്തിൽ ഞെളിഞ്ഞ് ജീവിക്കാം എന്നുള്ളത് ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ
അത് മനസ്സിലാക്കുന്ന ആളും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് സമൂഹത്തിന് വേറൊരു മെസ്സേജ് ആയിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മീഡിയാസ് എല്ലാം മുൻകൂട്ടി അതിനൊരു മുന്നിട്ടിറങ്ങണം. നിങ്ങളെ കൂടെ കഴിയുള്ളൂ എന്തെങ്കിലും നടക്കണമെങ്കിൽ. നമ്മളൊക്കെ വെറും ഒറ്റാൾ പട്ടാളങ്ങളാണ്, നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. എല്ലാവരോടും എംപ്ലോയീസിനോടെ പരസ്പരം ക്ലയൻസ് തമ്മിൽ കണക്ട് ചെയ്യാതിരിക്കാൻ പരമാവധി ഇവർ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലയന്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ വെച്ച് ഭീഷണിയാണ്. ഇവിടെ ഓഫീസ് നിങ്ങൾ എന്തിനാണ് അവരുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇങ്ങനെ ബന്ധപ്പെടുകയാണ്, നിങ്ങൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് 2-3 പ്രാവശ്യമുണ്ട്. ഇവിടെ സ്റ്റാഫിനോട് എല്ലാവരോടും നിർബന്ധമായിട്ട് പറയുന്നത് ഒരു ക്ലയന്റ് വേറെ ക്ലയന്റിനെ കണക്ട് ചെയ്ത് കൊടുക്കരുത്. ഈ ചോറ്റാനിക്കരയിലെ ഒരു കേസ് ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആണ്. ഈ മെറ്റീരിയലിന്റെ കേസ്, സ്കബ് ഹോൾഡിങ്, അതുപോലെ തന്നെ ഷീറ്റൊക്കെ വാർക്കയ്ക്ക് ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പൈസ കൊടുക്കാൻ 1.4 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. അവരെന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോ എനിക്ക് തരാൻ പറ്റില്ല, കോൺട്രാക്ടറോട് മേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ കോൺട്രാക്ടറെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, കോൺട്രാക്ടറെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ സൂപ്പർവൈസർ വിളിപ്പിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഈ കേസ് കൊടുത്ത എഗൻസ്റ്റ് മുളന്തുരത്തിൽ ഉള്ള ഒരു പാർട്ടിക്ക് അവരുടെ അവിടെ നിന്നാണ് ഇത് ഇവരെടുത്തത്. അയാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. എൻ്റെ സൈറ്റിൽ വന്നിട്ട് ഇവർ അൺഓതറൈസ് ആയിട്ട് എൻ്റെ ലക്ഷക്കണക്കിന് രൂപ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത്. ആ കേസ് ഇപ്പോഴും അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിന് പുള്ളിക്ക് എഗൻസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പുള്ളി നമുക്ക് എഗൻസ്റ്റ് കേസ് തരും. ഞാൻ എൻ്റെ ലാൻഡ് വിൽക്കാൻ പോവാണ്, എനിക്ക് ഇത്ര അപ്പൊ ഇയാൾക്ക് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ട്, ഇയാൾ അറിയാതെ ഞാൻ ഈ ഭൂമി വിൽക്കാൻ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇഞ്ചക്ഷൻ ഓർഡറോ അല്ലെങ്കിൽ സ്റ്റേ ഓർഡറോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സാധാരണക്കാർ, നമ്മളെ പോലുള്ള പേടിയുള്ള ആളുകൾ നിയമത്തെ പേടിച്ചുകൊണ്ട് പൈസ പോയി പോക്കോട്ടെ എന്ന് കരുതി നമ്മൾ ഭയപ്പെട്ട് പേടിച്ച് അവനെ കൊണ്ട് ആ പ്രോജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യിക്കാനും നോക്കുന്നു. അങ്ങനെ ആ പ്രതീക്ഷയിലാണ് നമ്മുടെ പൈസ ഇങ്ങനെ പോയത്. എന്റെ വാർക്ക തീരെ ഈ സ്റ്റേജിൽ എന്നോട് പുള്ളി പറഞ്ഞു ടൈലിന്റെ വർക്കിന് പൈസ മേടിക്കും. എല്ലാവരോടും അങ്ങനെ ചെയ്യണേ. വർക്ക് കംപ്ലീഷൻ ആവുന്നതിന് മുമ്പ് ഓരോന്നും അഡ്വാൻസ് എന്റെ 85% മേടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പൈസ കൊടുത്തില്ല പുള്ളിക്ക്. അപ്പോൾ പുള്ളി അതിനു മുമ്പ് എന്നെ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ വഴക്കടിക്കുന്ന അനുസരിച്ച് ഒരു പണിക്കാരനെ വിടും. ഒരേ ഒരു പണിക്കാരനെ, ഒരു ലേബറെ വിടും. ഒരു ലേബറെ കൂടുതലില്ല. ഒരു പ്ലംബറെ, നമ്മൾ പ്ലംബിങ്ങിന്റെ അഡ്വാൻസ് നിങ്ങൾ മേടിച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്ലംബറെ വിട്ട. ഈ അപ്പൊ ആളുടെ ഇതിനകത്തെ കുറെ ആള് മന്ത്ലി പൈസ അടച്ചോണ്ടിരിക്കുന്നു. ഞാനേ എന്റെ വീട് പേരാമ്പ്രയാണ്. കൊടുക്കും. എന്റെ പേര് സുജിത്ത്, വീട് പേരാമ്പ്ര, കൊടയുടെ അടുത്താണ്. അപ്പൊ ഞാൻ EMI സ്കീമായിട്ടാണ് ഇവരായിട്ട് പരിചയപ്പെട്ടത്. ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇവര് ആക്റ്റീവാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ അവരുടെ ഓഫീസിൽ നേരിട്ട് ചെന്നു, സംസാരിച്ചു. അപ്പൊ അവര് ചെയ്ത വർക്കുകൾ കാണിച്ചു തന്നു. ഈ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് കണ്ട് ഇവരായിട്ട് ഇവര് പറഞ്ഞ സ്ക്വയർ ഫീറ്റ് 1850 സ്ക്വയർ ഫീറ്റാ. ഇന്റീരിയർ ഒന്നും ഇല്ല, സ്ട്രക്ചർ മാത്രമായിട്ട്. അപ്പൊ ഒരു 7 മാസത്തെ കരാറാണ് ഒപ്പിട്ടത്. അപ്പൊ അങ്ങനെ ഇവരായിട്ട് എഗ്രിമെന്റ് വെച്ചപ്പോ തന്നെ ഇവര് പറഞ്ഞു ടോട്ടൽ കോസ്റ്റിന്റെ 40% സ്റ്റാർട്ടിങ് നമ്മൾ എഗ്രിമെന്റ് കഴിഞ്ഞിട്ട് 1-2 ദിവസത്തിനുള്ളിൽ തരണം, ബാക്കി EMI ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ലോണിന് വേണ്ടി ഒരുപാട് ബാങ്കിൽ കയറി ഇറങ്ങി. ഒരുപാട് പൈസ ഇൻട്രസ്റ്റ്, ഇപ്പൊ ഒരു 10 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എങ്ങനെ പോയാലും ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ലക്ഷത്തോളം നമ്മൾ അടയ്ക്കണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ EMI സ്കീം ഇവർക്ക് ഇൻട്രസ്റ്റ് വന്നില്ല, വേറെ എഗ്രിമെന്റ് നമ്മളൊന്നും ഈട് കൊടുക്കണ്ട, വേറെ ചെക്ക് ലീഫ് കൊടുക്കണ്ട, നമ്മളെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കണ്ട. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ട്രസ്റ്റ് ചെയ്തു വരാം. അപ്പൊ അങ്ങനെ ഇവരായിട്ട് അഗ്രിമെന്റ് വെച്ചു, പൈസ കൊടുത്തു. പിന്നെ EMI 14,000 വെച്ചിട്ട് മാസം വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന വരെ ആ എമൗണ്ട് കൊടുക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഇവരായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഞാൻ 2024 മെയ്യിലാണ് എഗ്രിമെന്റ് വെക്കണേ. ഇപ്പൊ 2026 ഇപ്പൊ 2 വർഷത്തോളായി. ഇപ്പൊ എന്റെ വീട് ഈ ഫോട്ടോയിൽ കാണിക്കുന്നത് ഇതാണ്. ഒരു ചെറിയ വീടാണ്, 1100 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുള്ളൂ. ടോട്ടൽ കോസ്റ്റ് ഇവർ പറഞ്ഞത് 1850 സ്ക്വയർ ഫീറ്റ് റേറ്റിൽ ഒരു 20 സംതിങ് വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഇവരായിട്ട് സംസാരിച്ച് എഗ്രിമെന്റ് ചെയ്തു, വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവരെ ഓഫീസിൽ ചെയ്യാറുതാണ്. ഞാൻ കുറെ വട്ടം പോയിട്ടുണ്ട്, ഈ ഒരു 10-15 വട്ടം പോയിട്ടുണ്ടാവും. അപ്പൊ ഇവര് പറയുന്നത് ചെയ്തു തരാം കുഴപ്പമില്ല, ഈ മെറ്റീരിയൽ ഷോർട്ടേജ് ആണ്, വർക്കേഴ്സ് വരുന്നില്ല, അവർ നാട്ടിൽ പോയിക്കാണ്, ഓരോ കാരണങ്ങള്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇവർക്ക് ഒരു 8 ലക്ഷത്തോളം പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത്
അവര് നമ്മള് എന്താ പറയാ അവരായിട്ട് അലമ്പുണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ പൈസ പോകും. പിന്നെ അവര് വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇന്നല്ലെങ്കിൽ നാളെ ചെയ്തു തരും എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈ 2025 അവര് മെയിൻ സ്ലാബ് ചെയ്തു തന്നെ. ഒരു 1.5 വർഷത്തെ പണിയാണ് ഇപ്പൊ ഇതിൽ ഈ ഫോട്ടോയിൽ കാണുന്നത്. അത് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇനിയിപ്പോ അവര് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. അപ്പോ പോലീസുകാർക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ഇത് എഗ്രിമെന്റ് വയലേഷൻ ആണ്, സിവിൽ കേസാണ്. നിങ്ങൾ അവിടെ സ്റ്റേഷനിൽ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ കോടതിയായിട്ട് പോവാ, അല്ലെങ്കിൽ ഒരു വക്കീലിനെ കാണാ, എന്താ ചെയ്യാ, അങ്ങനെ ചെയ്ത് 1-2 വട്ടം സ്റ്റേഷനിൽ പോയിട്ട് കേസ് നിർത്തിയില്ല. ജസ്റ്റ് ഇത് ഒരു പരാതി പോലെ എഴുതി വാങ്ങിച്ച് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒല്ലൂര് ഇവരെ ഓഫീസിൽ ചെയ്യാത്തതാണ്. അപ്പൊ ഇവരെ ഓഫീസിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് സൈൻ ചെയ്തൊക്കെ ഒല്ലൂരാണ്. അപ്പൊ അങ്ങനെയാണ് ഒല്ലൂർ സ്റ്റേഷനിൽ ഞാൻ പരാതിയായിട്ട് പോണത്. അപ്പോഴും അവര് കേസ് എടുക്കില്ല. ഈ എഗ്രിമെന്റ് വയലേഷൻ ആണല്ലോ, സിവിൽ കേസ് ആണല്ലോ, അപ്പൊ അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അങ്ങനെയാണ് കോടതിയായിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു വക്കീലെ കണ്ട് CMP എടുത്ത് FIR ഇടിപ്പിച്ചത്. അത് കൂടാണ്ട് പിന്നെ ഇപ്പൊ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഹിയറിങ്ങിന് വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണത്. ഇപ്പൊ ഞാൻ ഒരു ദിവസം ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ ഒച്ചപ്പാടും ബഹളവും, ഇവരായിട്ട് വഴക്ക്, അങ്ങനെയാണ് ഇവരായിട്ട് കണക്ട് ആവണത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ വരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു 40 പേരോളം ഉണ്ട്. അതിലൊരു 15 FIR ഇവരുടെ പേരിലുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊന്നും ഇവർക്ക് എന്താ പറയാ, ഇവരെ ഒരു 4-5 വക്കീൽമാരുണ്ട്. അപ്പൊ കൂടുതലൊന്നും പ്രതീക്ഷിക്കണില്ല. ഞാൻ ടോട്ടൽ ഒരു 11 ചില്ലറ അടച്ചിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് 20 ആണ്. അപ്പൊ അവര് ഞാൻ ഈ വാല്യൂഷൻ എടുത്തപ്പോ ഒരു മാക്സിമം ഒരു 5-6 ലക്ഷത്തിന്റെ പണി അവിടെ നടന്നുള്ളൂ. 1100. അതാണ് 20 ആ 20 സ്ക്വയർ ഫീറ്റ് 1850. ആ ഇന്ത്യയിലെ ഒന്നുമില്ല, സ്ട്രക്ചർ മാത്രമായിട്ട്. നീ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഞങ്ങളുടെ കൺക്ലൂഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാസ്റ്റർ ബിൽറ്റ് സ്റ്റെർബിൽറ്റ് കമ്പനിയുടെ കേസ് ഒരു ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണോ റിക്കവർ ചെയ്യാൻ പറ്റുന്നത് റിക്കവർ ചെയ്ത് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഒരു എളിയ അഭ്യർത്ഥന. അത് നിങ്ങളുടെ സഹകരണം, മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ, വൈഡ് പബ്ലിസിറ്റി കിട്ടിയാലാണ്. ഇതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇടപെടലുകളുടെ ലോകത്ത് ഇവര് സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ട് ഈ മീഡിയാസിനെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അതാണ് ഇത് വൈഡ് ആവാത്തത് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇവര് അവിടെ ഞങ്ങളെ ഇവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ പറഞ്ഞു നമുക്ക് അഗൻസ്റ്റ് അത് ചെയ്യും ഇത് ചെയ്യുന്നൊക്കെ ഉള്ള ധംകിയൊക്കെ ഞങ്ങൾക്ക് തരും. അതൊക്കെ കാരണം ആളുകളൊക്കെ മാറി നിൽക്കുന്നത്. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയത്തിന്റെയും ഞങ്ങൾക്ക് നീതി കിട്ടേണ്ടത്. അത് നിങ്ങൾ സഹകരിച്ചാലാണ് ഞങ്ങൾക്ക് നീതി കിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ട്. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ, അതും പ്രത്യേകിച്ച് തൃശ്ശൂരുള്ള മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹം തൃശ്ശൂരിൽ ലൊക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതും ചെയ്യുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് നിങ്ങളുടെ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.